അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ട ഒന്നാം ക്ലാസ്സിലെ കുസുമങ്ങളെ, കൂട്ടുകാരെ, നമ്മുടെ തദ്രീബു തിലാവയാണ് ഇത്. ഈ തദ്രീബു തിലാവയിൽ നമുക്ക് നല്ല കളർഫുള്ളായ ഒരുപാട് ഫോട്ടോസുകളൊക്കെ കാണാം. അതിനോടുകൂടെ നമുക്ക് അതിലെ അക്ഷരങ്ങളും വാക്കുകളുമൊക്കെ പഠിക്കാം. നമുക്ക് കിതാബ് തുറന്നു നോക്കാം. ആദ്യമായി തുറക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൂടെ പോയാൽ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് നമ്മളെത്തി. ഒന്നാമത്തെ നമ്മുടെ പാഠം അദ്ദർസുൽ അവ്വൽ. അസദ്. അസദ് എന്ന് പറഞ്ഞാൽ ലയൻ, സിംഹം. നമ്മളൊക്കെ കാഴ്ച ബംഗ്ലാവിൽ പോയി കണ്ടിട്ടില്ലേ സിംഹത്തെ? സിംഹത്തെ കാണാത്ത കൂട്ടുകാരുണ്ടോ? ആ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അ എന്ന അക്ഷരമാണ്. അ എന്ന അക്ഷരം നമ്മളൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്, അലിഫ് കണ്ടിട്ടുണ്ട്. ആ അലിഫിന് ഫത്തഹ് കൊടുത്താലാണ് അ എന്ന് വായിക്കുക. അവിടെ അലിഫിന് ഫത്തഹ് കൊടുത്തു അല്ലേ? അലിഫിൻ്റെ മുകളിൽ ഹംസ, അതിന് ഫത്തഹ് കൊടുത്തു. അസദ് എങ്ങനെ വായിക്കണം? അസദ് എന്നാണ് വായിക്കേണ്ടത്. അസദുൻ എന്ന് വായിക്കാൻ പാടില്ല. അസദ്. അടിയിലേക്ക് നോക്കൂ. അബുൻ, അദബുൻ. ഇനി അടിയിലതാ അ ഉ ഇ, അ ഉ ഇ. ഇനി നമുക്ക് അപ്പുറത്തെ പേജിലേക്ക് നോക്കിയാൽ നഖർ, വായിക്കുക. അ ഉ ഇ, അ ഉ ഇ. അത് നിങ്ങൾ ഉസ്താദിന് വായിച്ചു കൊടുത്താൽ 30 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. നക്തഷിഫു അ മിനൽ ഖുർആൻ. ഖുർആനിൻ്റെ ആയത്തിൻ്റെ അതിൽ നിന്ന് അ എന്നുള്ളതിനെ നിങ്ങൾ വ്യക്തമാക്കി കൊടുക്കുക. വ അർസല, അദ്റക. അടുത്ത് ഖുർആനിൽ നിന്ന് ഉ വ്യക്തമാക്കി കൊടുക്കുക. ഉക്കല്ലിമു, വ ഉംലി. അടുത്തത് നക്തഷിഫു ഇ മിനൽ ഖുർആൻ. ഖുർആനിൽ നിന്ന് ഇ വ്യക്തമാക്കി കൊടുക്കുക. ഇഖ്വാനൻ, ഇയ്യാക. കൂട്ടുകാർ കണ്ടുപിടിച്ചില്ലേ? ഇനി അതിൻ്റെ ദഫ്തർ നമുക്ക് നോക്കാം. അതിൻ്റെ വർക്ക് ബുക്ക് മറിച്ച് നോക്കുക. അതിൽ നമുക്ക് കാണാൻ കഴിയും. ഒന്നാമത്തെ പാഠത്തിലെ വർക്കിൽ നമുക്ക് കാണാം അദ്ദർസുൽ അവ്വലു അസദ്, ലയൻ. എൻ്റെ കൂട്ടുകാർ ഈ കാണുന്ന അലിഫിൽ എഴുതി കൊടുക്കണം. എങ്ങനെ അലിഫ് എഴുതേണ്ടത്? കൂട്ടുകാരെ, നിങ്ങൾക്ക് ഞാനൊരു പാട്ട് പാടിത്തരാം. ആദ്യം അലിഫ് വരച്ചോളൂ, മുകളിൽ ഹംസ കൊടുത്തോളൂ, മുകളിൽ ഫത്ഹ കൊടുത്തോളൂ, അ എന്നെഴുതി പഠിച്ചോളൂ. അപ്പം ആ എന്ന് എഴുതണമെങ്കിൽ ആദ്യം അലിഫ് കൊടുക്കണം. അലിഫിനെ മുകളിൽ നിന്ന് താഴോട്ടാണ് അലിഫ് വരയ്ക്കേണ്ടത്. ഈ കാണുന്ന അതിൽ നിങ്ങൾ നുലവ്വിനു, കളറ് കൊടുക്കുക. നിങ്ങൾ ഉസ്താദ് പറയുന്ന കളറ് നിങ്ങൾ ഈ അലിഫിൽ കൊടുക്കണം. അതിനുശേഷം അടുത്ത അലിഫിൽ കൊടുക്കണം. അതിനുശേഷം അടുത്ത അലിഫിൽ കൊടുക്കണം. അതിനുശേഷം ഹംസയിൽ നിങ്ങൾ കളർ കൊടുക്കുക. ഉസ്താദ് ഏതാണോ പറയുന്നത് ആ കളർ കൊടുക്കുക. ഈ ഹംസയിലും കൊടുക്കുക. ഈ ഹംസയിലും ഉസ്താദ് പറയുന്ന കളർ നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്തെഴുതി? ആ എഴുതി. ആ എഴുതുമ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് എഴുതണം, പിന്നെ ഹംസ എഴുതണം, പിന്നെ ഫത്ഹ കൊടുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. കൂട്ടുകാർ പാട്ട് പാടി പഠിച്ചോളൂ. ആദ്യം അലിഫ് വരച്ചോളൂ, മുകളിൽ ഹംസ കൊടുത്തോളൂ, മുകളിൽ ഫത്ഹ കൊടുത്തോളൂ, അ എന്നെഴുതി പഠിച്ചോളൂ. ഇനി അപ്പുറത്തെ പേജിലേക്ക് പോയാൽ അവിടെയും കാണാൻ നുലവ്വിനു, കളർ കൊടുക്കാനാണ്. ഉസ്താദ് നിർദ്ദേശിക്കുന്ന കളറാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ആദ്യം അലിഫിനാണ് കളർ കൊടുക്കേണ്ടത്, പിന്നെ ഹംസക്ക് കളർ കൊടുക്കണം, പിന്നെ ദമ്മിന് കളർ കൊടുക്കണം. അതേപോലെ തന്നെ അടുത്തതിലും ചെയ്യുക. അതേപോലെ ഈ എന്ന് എഴുതുമ്പോൾ ആദ്യം അലിഫ് വരക്കുക, പിന്നെ ഹംസ എഴുതുക, പിന്നെ കെസർ കൊടുക്കുക. അത് രണ്ടാമത്തേലും ചെയ്യുക, മൂന്നാമത്തേലും ചെയ്യുക. ഇങ്ങനെ എൻ്റെ കൂട്ടുകാരെ ചെയ്തു കൊടുത്താൽ ഉസ്താദ് 10 മാർക്ക് നൽകും. ഇനി അതിനുശേഷം നമുക്ക് നെഹ്ദി, വഴി കാണിച്ചു കൊടുക്കുക. നമ്മുടെ ലയൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അതിൻ്റെ
വീടാകുന്ന കാട്ടിലേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ലയന് നേരെ വരച്ച് കാട്ടിലേക്ക് അതിന് വഴി കാണിച്ചു കൊടുക്കുക. ഇനി അതിൻ്റെ അടിയിൽ നുലവ്വിനുൽ ഖാനാത്തില്ലത്തി ഫിഹ ഹംസ, നമ്മുടെ ഈ കാണുന്ന ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ ഹംസയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ കളർ കൊടുക്കണം. ഉസ്താദ് നിർദ്ദേശിക്കുന്ന കളറുകൾ നിങ്ങൾ ഹംസ കാണുന്ന ആ കള്ളികളിലൊക്കെ നിങ്ങൾ കളർ കൊടുക്കുക. അങ്ങനെ കളർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഉള്ളിൽ നിന്നൊരു ഹംസ നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം. കൂട്ടുകാർ ചെയ്യില്ലേ? അടിയിൽ കാണാം നർസുമു, എഴുതാനാണ്. അവിടെ നോക്ക്, അതേപോലെ അതിൻ്റെ മുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. അതിൻ്റെ എഴുതി വരക്കുക. അതാണല്ലേ, ഓരോന്നും അതിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഹംസനെ വരച്ചു കൊടുക്കുക, ഹംസ വരക്കുക. ഇനി ഫത്തഹ വരക്കുക. ഫത്തഹ വരക്കുമ്പം മുകളിൽ നിന്ന് താഴോട്ടാണ്, ഇതുപോലെ മുകളിൽ നിന്ന് താഴോട്ട് വരക്കണം. അങ്ങനെ ഓരോന്നിലും വരക്കുക. ലമ്മ് വരക്കുമ്പോൾ ആദ്യം കെട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കുക. ഇങ്ങനെ ചെയ്താൽ 8 മാർക്ക് കൂട്ടുകാരെ നിങ്ങൾക്ക് ഉസ്താദ് നൽകും. പാട്ട് പാടി പഠിക്കണം, അതുപോലെ തന്നെ വർക്കുകൾ കൃത്യമായി ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.